ഹേ ഗായ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു 2 hours സ്ക്വാഡ് ഗെയിം പ്ലേ ആണ്. അപ്പോൾ ലൈവൊക്കെ ഇട്ട് കഴിഞ്ഞ് നൈറ്റ് ആയപ്പോൾ ഒരു സ്പൈനായിട്ട് ഒരു ഡുവോ കളിച്ചാണ്, സ്ക്വാഡ് വാസ് ഡുവോ. അപ്പോൾ അതിൽ കിട്ടിയൊരു ചെറിയൊരു ഗെയിം പ്ലേ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇടുക, പിന്നെ ഇങ്ങനത്തെ ഗെയിം പ്ലേസ് ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ഇടാനും മറക്കരുത് ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനാണ് നേരെ ഇറങ്ങിയത് പീക്കിൽ തന്നെയാണ്. അപ്പോൾ അവിടെ തൊട്ടടി ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് തുറന്ന് തോക്കെടുത്ത് അടിക്കാനുള്ള പ്ലാനിലാണ്. അപ്പം എൻ്റെ ബാക്കിൽ മുന്നിലൊക്കെ കണ്ടറിയാണ്ട് ഫ്ലാഷ് അമങ്ങി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ മാഗ് ആയിരുന്നു. ഒന്നും നോക്കിയില്ല, 3D വെസ്റ്റിംഗ് കിട്ടി ഒരു ചിപ്പ് ഒരു മാഗ് കിട്ടി. മുന്നിലെടുത്താകുമ്പോൾ അവനെ സ്പൈ അടിച്ച്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ലൂട്ട് അടിച്ചിട്ട് അവിടെ പോയി അടിക്കാൻ വെച്ചപ്പോൾ ചെറുതായി ലൂട്ട് അടിച്ചപ്പോൾ റൈറ്റിൽ നിന്ന് ഫുഡ് സ്റ്റെപ്പ്. അപ്പം നോക്കി മോളിൽ ചാടുന്നത് ഒന്നും നോക്കി അവൻ നേരെ കുത്തിപ്പിടിച്ച് അവനെ ഡൗൺ ഇട്ട്. അവനെ നോക്കിട്ട് ഇവിടെ ലൂട്ട് അടിച്ചപ്പോൾ മുന്നിൽ നോക്കിയപ്പോൾ ഇനിമി വേറൊരുത്തമ്മൻ അവനെ പൊക്കാനും കണ്ട. അപ്പോൾ തന്നെ ഞാൻ അവനെ തലക്കടിച്ച് ബോഡി അടിച്ച് അവനെ നോക്കിയിട്ട് അങ്ങനെ ആ കില്ലും ഫിനിഷായി, മറ്റവനും ചത്തവിടെ. അങ്ങനെ എനിക്ക് 2 കില്ലായി ഇവിടെ വെച്ച് പീക്കിൽ വെച്ച്. അവിടെ നിന്ന് നേരെയാണ് ഞങ്ങൾ സിപ്പ് ലൈൻ അടിച്ചിട്ടാണെങ്കിൽ ഭീമ സ്ട്രിപ്പിക്ക് നേരെ വിട്ട്. പീക്കിന് സ്ട്രിപ്പ് ഇപ്പോൾ സ്ട്രിപ്പിൽ ആൾക്കാരില്ല. അപ്പോൾ ഞങ്ങൾ എൻഡിലെസ് ഇട്ട് നേരെ ആ എൻഡിലെസ് ഇട്ടവന്മാരെ പിടിക്കാൻ ഞങ്ങൾ പോയടുത്ത് തന്നെ മോളിൽ പോയപ്പോണെങ്കിൽ ചെറുതായിട്ട് അടി കിട്ടും. അപ്പം ഞങ്ങൾ ഏതായാലും വെച്ച് കല്ല് കവറടിക്കാൻ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കല്ലിൻ്റെ ബാക്കി കൊണ്ട് എടുത്ത് ഓടി. അപ്പോൾ സ്പൈ ചെറുതായിട്ട് അടിച്ച് മോക്കൊക്കെ കത്തിക്കണ്ടേ. ഞങ്ങൾ ഏതായാലും അങ്ങോട്ട് റഷ് ചെയ്യാൻ നിന്നില്ല, കുറച്ചേരം ഇവിടെ കല്ലിൻ്റെ അവിടെ നിന്ന് അവരെങ്ങനെ ഇങ്ങോട്ട് റഷ് ചെയ്യണമെങ്കിൽ അടിക്കാൻ വെച്ചു. പിന്നെ ഏതായാലും ഇവിടെ നിന്നിട്ട് പോയാലെന്നതുകൊണ്ട് ഞങ്ങൾ പീക്കിക്ക് അങ്ങോട്ട് നേരിട്ട് കയറുക വെച്ചാൽ ഏതായാലും കില്ലടിച്ച് കളിക്കണം. അപ്പോൾ എൻ്റെ സെട്ടന്മാർ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരുത്തനാണെങ്കിൽ മറ്റേ തസ്സുവിട്ട് ഓടി വന്നപ്പോൾ അവന് ജസ്റ്റ് ആയിട്ട് ചെറിയ ബോഡി ഷോട്ട് കയറി M4 വെച്ച് ബാക്കിൽ തന്നെ ബാക്കിൽ ഇപ്പോൾ അവനെ ഒന്ന് സ്പൈ വന്നു. പിന്നെ ഒന്നെങ്കിൽ M4 വെച്ച് ചെറുതടിച്ച് ബാഗ് വെച്ച് അടിച്ച് റീലോഡ് ആവണേ മുന്നേ സ്വിച്ച് ചെയ്ത് ഒറ്റടി M4 വെച്ച് ഫുൾ റെഡ് കയറി അങ്ങനെ അവൻ അങ്ങോട്ട് ഫിനിഷ് ചെയ്ത്. പിന്നെ ഒരു കാര്യം പറഞ്ഞു പോയി, പിന്നെ നമ്മളാണെങ്കിൽ 2 നേരം ലൈവ് ഒക്കെ ഇട്ടുണ്ട് BR ആഘോഷം. പിന്നെ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 11 ആകുമ്പോൾ ലൈവ് കാണാൻ വരും രാവിലെ. പിന്നെ വൈകുന്നേരം ആണെങ്കിൽ 7 മണിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യണമായിരിക്കും. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കാം എല്ലാവരും ഒന്ന്. അങ്ങനെ പീക്കിൻ്റെ എനിമീസിനെ തീർത്ത് ഞങ്ങൾ ക്ലോക്ക് ടവർക്ക് എൻഡിലെസ് ഞങ്ങൾ ഒന്നും കൂടി ഇട്ട് അങ്ങോട്ട് ചെന്ന് ഞങ്ങളെ ഇരിക്കണമെങ്കിൽ അടിപൊളി വണ്ടി അവന്മാരങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ തലെങ്കിൽ കൂടെ ഒക്കെ പോകും. അപ്പം നോക്കിയാൽ മുന്നിലാവാൻ നിൽക്കണ്ടേ. ഞങ്ങൾ ഒന്നും നോക്കില്ല, M4 വെച്ചൊക്കെ നല്ല എടുത്തു. ഇവനാണ് പുഷ്പക്ര, ഇവരടിക്കും ഞാനടങ്ങും അതെല്ലാം കുമ്മരടിക്കും നൈസായിട്ട്. ഒന്നും നോക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സ്കോപ്പ് ചെയ്ത് അടിച്ചോണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ലോഞ്ചറൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നുണ്ട്, ചെറിയ ഡാമേജ് ഒക്കെ കയറുന്നുണ്ട്. എങ്ങനെയാണ് അമ്മരെ കൊല്ലണം, ഗ്ലൂ വാളൊക്കെ അടിച്ചു പിടിച്ചു. അങ്ങനെ ഒരുത്തനാണെങ്കിൽ വണ്ടി എടുത്ത് ജീപ്പ് എടുത്ത് പടച്ചു പോയി. അപ്പോൾ ബാക്കിയുള്ളവരെ അവനെ ഒഴിവാക്കി. നിങ്ങൾ വന്നില്ല, ഞാൻ മൂന്ന് പറഞ്ഞിട്ട് പോയി. ഞാനിപ്പോൾ ജസ്റ്റ് ഹീൽ ചെയ്ത് ലൈഫില്ലല്ലോ. അപ്പോൾ ഏതൊരു ഹീലടിച്ച് വാങ്ങിച്ച് സ്പൈയാണ് ലോഞ്ച് പോയിട്ട് നേരെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് കയറി ചെന്ന് കൊള്ളോമാരെല്ലാം എടുക്കാച്ചു. പിന്നെ ഒരു മന്ത്രാണ് പൊക്കിയിരുന്നു. അവനെ കൂട്ടി പിടിച്ച് മറ്റേ പൊക്കിയോനെ ഞാൻ അടിച്ച് മറ്റവനെ സ്പൈയും കൊണ്ട് ഏതായാലും ഞാൻ നല്ല ഡാമേജ് എടുത്തു. എന്നാലും കില്ല് കുമ്മ പോയതിന് കുഴപ്പമൊന്നുമില്ല. സ്പൈഡ് ഒരു കില്ല് ഞാൻ കുമ്മനെ അടിച്ചില്ല. അതിന് ഇവൻ്റെ ലൂട്ടടിക്കാൻ ബാക്കിൽ നല്ലടി അവൻ്റെ ടീമിൽ ഒരുത്തം പിടിച്ചിട്ട്. അപ്പോൾ തന്നെ ഒന്നും നോക്കിയാൽ ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഒരു ഗ്ലൂ എടുത്ത് അറിയാണ്ട് പിന്നെയും ഗ്ലൂവിൻ്റെ പുറത്ത് പോയി ചെറിയ അടി പിന്നെയും കിട്ടി. ഞാൻ പെട്ടെന്ന് തന്നെ ഹീലടിച്ച് അതിന് പിന്നെ ഒഴിവാക്കിയിട്ട് അവനെ അടിക്കാൻ വന്നില്ല. നേരെ മുന്നിൽ പോയി പൊരുത്തിന് കൂടി ഒന്നും നോക്കിയാൽ സ്പൈ ആണെങ്കിൽ അവൻ്റെ പെട്ടടിച്ച് പൊട്ടിച്ച്. ഇപ്പം ഞാൻ നിൽക്കണ തൊട്ട് മുകളിലാണെങ്കിൽ ഇനിമുണ്ട്. അപ്പോൾ അടിയിലുണ്ടെന്ന് വെച്ചാൽ അവിടെ നോക്കിയപ്പോൾ കണ്ടില്ല. അടുത്തൊക്കെ ഇറങ്ങിയെന്ന് നോക്കിയപ്പോൾ അവനെ മുന്നിൽ കിട്ടി. ഒന്ന് നോക്കിയാൽ നേരെ മേഘ വെച്ച് അവനെ കുത്തി പിടിച്ച് അവനെ ഡൗൺ ഇട്ട്. ഞാൻ കൊന്നതിന് മേലെ റൂട്ടടിച്ച് ഇങ്ങോട്ട് പോയപ്പോൾ മുന്നിലെടുത്ത് അവൻ ഞാൻ നല്ല ഡാമേജ് കൊടുത്തു. ഒരു 120 HP അടുത്തേക്ക് തീർന്നു. ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ ഗ്ലൂ ആയിട്ട് റഷ് ചെയ്ത് 2 തസ്സുമായിട്ട് കയറി ചെന്ന് 2 പെട മാഗ് വെച്ചിട്ട്. അപ്പം തന്നെ അവനെ ഞാൻ കില്ല് ഫിനിഷ് ചെയ്ത് ലൂട്ടടിക്കേണ്ട നല്ലൊരു പെട കിട്ടി. 10 ലൈഫായി. ഭാഗത്തിന് ഞാൻ ഗ്ലൂ ഇട്ടുകൊണ്ട് ചത്തില്ല. വെസ്റ്റൊക്കെ പൊട്ടാറേ. ഭാഗത്തെ പെട്ടെന്ന് തന്നെ ഞാൻ സൂപ്പർ മെഡ് അടിച്ച്. സ്പൈൻ്റെ ലൈഫ് നോക്കി വെറും 30 HP ഉള്ള സ്പൈ അടിച്ചതിന് പിന്നെ അവിടെ കാണാണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഒന്നും നോക്കിയില്ല. M4 ചെറിയ ഡാമേജ് കൊടുക്കും, ഷഡിയൊന്നും കൊണ്ടില്ല. അപ്പം തന്നെ സോൺ വനോട് ലോഞ്ച് ആയിട്ട് അവന്മാരടിക്കാൻ വെച്ച് നേരം കൊണ്ടിട്ട് ഞങ്ങളാണ് എൻഡിലെസ് വിട്ടിരുന്നത്. അപ്പം തന്നെ അവനെ ഏതാണ്ട് അടുത്തും വന്നിട്ട് അടിച്ചോടിച്ച്. അവനാണ് അടിച്ചു നോക്കിയപ്പോൾ അവനാണ് വണ്ടി എടുത്തു. ഇപ്പം എല്ലാവർക്കും വണ്ടി മതി, വേറെ ഒന്നും വേണ്ട. തോക്കില്ലെങ്കിലും വണ്ടി വേണം എല്ലാവർക്കും. ഞങ്ങൾ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ സോണിക്ക് എടുത്ത് ഓടി. ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഒരു വണ്ടി കിട്ടി. അപ്പോൾ എനിക്ക് റൈറ്റിൽ ഒരു ഇനിമി അവന് ഞാൻ ചെറിയൊരു ഡാമേജ് കൊടുത്തു. അപ്പോൾ തന്നെ സ്പൈ വണ്ടി എടുത്ത് വണ്ടി കയറാൻ പറഞ്ഞു. അവനെ ഇടിച്ചു കൊല്ലാന്ന്. ഇവനാണ് സ്പൈ ആണെങ്കിൽ അവനെ ഇടിക്കാൻ വേണ്ടി നേരെ വണ്ടി എടുത്ത് അവൻ ഈ സൈഡിലാന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടിടിച്ച്. അവൻ വണ്ട റൈറ്റിൽ എഴുതുന്നുണ്ട്. ഞാൻ ഒന്ന് നേരെ ബാഗ് വെച്ച് കുഞ്ഞ് ഒറ്റ കുത്തി പിടിച്ച് അവനെ കൊന്ന് നോക്കിട്ട് നേരെ ആക്കി ഇല്ലോ അങ്ങോട്ട് ഫിനിഷ് ചെയ്തു. അവിടെ നിന്ന് സോണി കയറി പോച്ച് നോക്കി കയറിയപ്പണി ഇവിടെ ഭയങ്കര അടി. അങ്ങനെ സ്പൈനൊക്കെ അവന് ഗ്ലൂട്ട് പൊക്കാൻ അപ്പം തന്നെ കില്ല് ഫിനിഷ്. എൻ്റെ കയ്യിലാണ് 300 ടോക്കുള്ളൂ. പുറത്തുനിന്ന് ടോക്കൺ എടുത്താലും ടോക്കൺ ആവില്ല, 500 ടോക്കൺ അപ്പോഴും ആവുള്ളൂ. എങ്ങനെ പോയാലും സ്പൈൻ എങ്ങനെ പൊക്കണം. അപ്പോൾ എനിക്ക് മുന്നിൽ ഒരുത്തനെ കിട്ടി. അവനെ കൊന്നു കഴിഞ്ഞാൽ കൈ ടോക്കണാന്ന് ഉറപ്പിച്ചു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഒന്നിലെ ഒന്നില്ലെങ്കിൽ അവനെ അടിച്ച് ടോക്കൺ എടുത്ത് പൊക്കാൻ വെച്ച്. നേരെ ഒന്നും നോക്കിയില്ല, കയറി തസ് പോയിട്ട് അവൻ അങ്ങോട്ട് നോക്കിട്ട് ഗ്ലൂ ആളൊക്കെ മലമുകളിൽ ആ മാലത്തൊക്കെയാണ് വീഴുന്നത്. എന്താ ബഗ് എന്നുണ്ട്. ബഗ്ഗാണ് ഞാൻ എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല. നേരെ ലോഞ്ച് പാഡ് ഇട്ട് നേരെ മറ്റേ ബ്ലൂയിൽ കയറി അവനെ നേരെ പൊക്കാൻ പോയി. ഏതായാലും ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ അടി കിട്ടിച്ചാവും. നേരെ കറക്റ്റ് ബ്ലൂവിൻ്റെ അവിടെ തന്നെ വന്ന് ഒന്നും നോക്കിയാൽ നേരെ പൊക്കിയപ്പോൾ ഇത്തിരി ആശ്വാസം വന്നു. അല്ലെങ്കിൽ 1v2 എടുത്ത് കളിക്കേണ്ട അവസ്ഥയെന്ന് വെച്ചാൽ നല്ല ലോബിയാണ് അത്യാവശ്യം. അപ്പോഴാണ് മുന്നിൽ നിന്നാണ് ഒരുത്തൻ ജീപ്പ് എടുത്ത് വരുന്നത്.
ഇവനാണെങ്കിൽ അടിക്കെങ്കിൽ മോഷറയ്ക്കുന്ന അടിയുള്ളൂ. രണ്ടെണ്ണമാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുണ്ട്. അവനാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി ഞാൻ ഒറ്റക്കുള്ള മനസ്സിലായി. മാഗ് വെച്ച് നല്ല ഒരുത്തന്നെ ലോങ്ങി നല്ല ഫുഡ് എടുത്ത് മെറ്റുവനെയും കൊടുത്ത്. അപ്പോൾ ഈ ഐറിസ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് അപ്പോൾ പിന്നെ ഫ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. നേരെ ഒന്നും നോക്കിയില്ലേ മോഷറക്കിൻ്റെ കൂടെ ഉള്ളവന്മാർക്കൊക്കെ നല്ല ഹിറ്റ് കൊടുത്തു. അങ്ങനെ ഒരു തന്നെ കുത്തിപ്പിടിച്ച് നോക്കിയിട്ട് ഇനി ഒരു പ്ലെയർ കൂടെ ഉള്ളൂ പ്ലസ് റേറ്റ് ഓഫ് ഫയർ കയ്യിലുണ്ട്. അപ്പോൾ തന്നെ സ്പൈ ബാക്കിൽ നിന്ന് ഇറങ്ങി ഒന്ന് നൈസായിട്ട് അവനെ കുത്തിപ്പിടിച്ച് നോക്കിയിട്ട് മുന്നിലെടുത്തിട്ടുണ്ട്. ആ കില്ല് ഞാനാണ് ഓസിക്ക് കില്ലെടുത്ത് പെട്ടെന്ന് തന്നെ ഗ്ലൂ ഇട്ട് ഞാൻ പെട്ടെന്ന് മെഡടിക്കാൻ വെച്ചു. ഞാൻ അങ്ങനെ ബാക്കിൽ നിന്നൊക്കെ വല്ല അടിയെന്നാലും എന്ന് വെച്ചാൽ നോക്കും കൂടെ ഫിനിഷ് ചെയ്ത്. മുന്നിലാണെങ്കിൽ എനിമീസ് ഉണ്ട്, ഏതായാലും കില്ല് വേണം. അപ്പം പിന്നെ വിചാരിച്ച് സോണി പോയിട്ട് അടിച്ചിടാന്ന് വെച്ചാൽ ഒരു മോക്കോനാണെങ്കിൽ അടിച്ചാൽ നല്ല ലിറ്റാക്കി ഉണ്ടായി. അപ്പം അവനാണെങ്കിൽ അവിടെ നിന്നിട്ട് മെഡടിക്കുക. ഞാൻ ഒന്നുമില്ല, പിന്നെ തലക്കം കൂടെ അടിച്ച് പിടിച്ച് മാഗ് ഫുള്ളും തലക്ക് ചെറിയ ബോഡി. അവൻ്റെ അതിനകത്ത് 2 ലോഞ്ച് പാടും കിട്ടി. ഏതായാലും ഇനി ഒന്നും നോക്കി നേരെ ലോഞ്ച് പാടിട്ട് ഞാനാണെങ്കിൽ സോണിക്ക് കയറി. സോണിക്ക് കയറി റൈറ്റിക്ക് നോക്കിയപ്പോൾ അവിടുത്തെ ഒരു ഗ്ലൂ ടൈനിങ് അവന് നല്ല ലിറ്റ് കൊടുത്ത് അവനടിക്കാച്ചപ്പോൾ അവൻ പാക്ക് അടിച്ചുള്ളൂ. അപ്പം തന്നെ ഇവനാണെങ്കിൽ സ്പൈ ആണ് സ്കൈലർ ഇട്ട്. ഞാൻ പോകുമ്പോൾ അയച്ചപ്പോൾ സ്പൈ ആക്കിയില്ല കുമ്മനടിച്ച്. അതൊരു സോളോ പീസ് ആയിരുന്നു. അപ്പോൾ അവരുടെ സ്കോഡ് അങ്ങനെ വൈപ്പോട്ടെ. ഇനി ആകെ വെറും 5 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൽ ഈ 5 ആൾക്കാർ എങ്ങനെയും കൊല്ലണം എന്നുണ്ട്. മുന്നോട്ട് നോക്കിയപ്പോൾ ചെറിയൊരു ഫൈറ്റ് കിടക്കണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങോട്ട് പോയപ്പോൾ എനിമീസുകളൊന്നും കാണാനില്ല. കുറച്ചങ്ങോട്ട് മുന്നോട്ടായപ്പോഴാണ് ബാക്കിൽ സൈഡിൽ ഫുഡ് സ്റ്റെപ്പ് ഉണ്ടത്. അപ്പോൾ മനസ്സിലായി അതിൻ്റെ ഉള്ളിലാളുണ്ട്. സ്പൈനെ പിടിച്ചാണോ അവന് ഒരു HP. അപ്പോൾ തന്നെ എന്നോട് നേരെ വരും. ഞാൻ ഫ്ലാഷിന് മാഗ് പിടിച്ച് അവനെ കുത്തി പിടിച്ച് അങ്ങോട്ട് കൊന്നു. അവന് ലാസ്റ്റ് പീസായിരുന്നു. മാഗിന് എന്നാ പവർ സ്പൈനൊക്കെ പിടിച്ച് ഇരുത്തി ഓട്ടിക്കാറാക്കി അവന്മാർ പിടിച്ചിട്ട്. ഒരുത്തരുടെ സൈഡിൽ വന്ന് നിൽക്കണം. അവനിവിടെ തോണ്ടിയപ്പോൾ അവൻ ചത്ത് വെറുതെ 29 കൊടുത്തപ്പോൾ പാവ സോണി കുറേ നേരം ഒളിച്ചിരിക്കാൻ തോന്നുന്നു എന്നെ കണ്ടിട്ട്. അത് കഴിഞ്ഞ് ഇവിടെ മറ്റേ ആ പെട്ടിട്ട് അതിനുള്ളിൽ കുറേ സൂപ്പർ മെട്ടൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങളാണ് സൂപ്പർ മെട്ട് അടിക്കണം വെച്ചാൽ മുകളിൽ ഒരു ഫുൾ സ്കോഡാണ്. ഇവന്മാരാണെങ്കിൽ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്ലൂ ഒക്കെ അടിച്ചോടി. എൻ്റെ ഒക്കെ പെട്ടെ സ്പൈക്ക് ഗ്ലൂ ഇടാൻ മാത്രമല്ല ഒരു മെഡ് അടിക്കുന്നതല്ലേ ചടപ്പടാന്ന് പറഞ്ഞാൽ ഗ്ലൂ പിടിക്കണം. സ്പൈ നോക്കാം. അപ്പം ഞാൻ മെഡ് അടിക്കേണ്ടത് പെട്ടെന്ന് അവൻ പറഞ്ഞോണ്ട് ഞാൻ ഗ്ലൂ ഇട്ട്. അവര് വിടണില്ല. ഞാനാണ് മെഡ് അടിച്ച് നേരെ ലോഞ്ച് പാഡ് അടിച്ചു പോകാന്ന് പറഞ്ഞു. അപ്പം അവൻ നോക്കില്ല. ഞാനാണെങ്കിൽ ലോഞ്ച് പാഡ് അങ്ങോട്ട് അടിച്ച് നേരെ അങ്ങോട്ട് പോയി. സ്പൈയും പിന്നാലും. പക്ഷെ സ്പൈക്ക് നല്ല ഡീറ്റ് എന്താണെന്നറിയില്ലത്. അങ്ങനെ സ്പൈനെ എല്ലാവരും കൂടി അടിഞ്ഞെടുത്ത്. അപ്പം എൻ്റെ മുന്നാണെങ്കിൽ 3 പേരാണിഞ്ഞുള്ളത്. അതിലൊരുത്തരി ചെറുത് M4 വെച്ച് അടിയിട്ട് പെട്ടെന്ന് ഗ്ലൂ M4 മാറ്റി മാഗ് എടുത്തു നേരെ ചാടി അങ്ങോട്ട് പഠിച്ച് ചെറിയ ഡാമേജ് എടുത്ത്. അപ്പോൾ ഒരു കെല്ലി വന്നു. അതിന് നല്ല ഡാമേജ് കൊടുത്ത് 2 നല്ല ലിറ്റേക്കർ. അപ്പം ഒരു മണ്ടനാണ് ലാൻഡ്മൈനെ കൊണ്ട് നോക്കി. ആ കെല്ലിനാണ് ഞാൻ കുത്തിപ്പിടിച്ച് അവിടെ ഇട്ട്. ഇനി ഒരേ ഒരു പ്ലെയർ മെറ്റോനാണെങ്കിൽ കുറച്ചിലും കുത്തി പൊങ്ങാൻ നോക്കണം. ആ കെല്ലി അതിന് അങ്ങനെ ഫിനിഷ് കഴിഞ്ഞ് ലാസ്റ്റ് വന്ന് ഞാൻ പെട്ടെന്നാണ് ഞാൻ സൂപ്പർ അടിച്ചേ. പെട്ടെന്നാണ് ഈ എനിമി വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ലെഫ്റ്റിൽ നിന്നും ഒരു ഒറ്റ പിടി ഭാഗ്യം ചത്തില്ല. സൂപ്പർ മെഡ് അടിച്ചോണ്ട് എൻ്റെ ലൈഫ് പെട്ടെന്ന് ഫുള്ളായി. അവനാണെങ്കിൽ വിടണില്ല. അവിടെ ഇവിടെ വന്നടിക്കുക. ലാൻഡ്മൈനിൽ പൊട്ടിയ അപ്പം തന്നെ ലാൻഡ്മൈൻ കൊണ്ട് ഞാൻ ഗ്ലൂ ഇട്ടുകൊണ്ട് ഞാൻ ചത്തില്ല. ഫ്ലാഷ് ഇട്ട് അവിടെ റൈറ്റ് വന്ന് താസോയിട്ട് ചാടി വന്നാണ് നല്ല ഡാമേജ് എടുത്തു. ഡിറ്റായാണ്. അപ്പം തന്നെ ഒന്നും നോക്കില്ല. നേരെ അടിച്ചവൻ്റെ തലയും പൊട്ടിച്ച് അങ്ങനെ ഈ കളി പോയിടിച്ചു. ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു പ്രഷർ ഉണ്ടാവില്ല. പക്ഷെ ആ കളിച്ച് എനിക്കും എത്ര പ്രഷറായിരുന്നു അറിയും ഈ ഒരു സ്കോഡിനെ അടിക്കാൻ, ഈ 3 പേരെ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ തന്നെ വരെ എല്ലാവർക്കും ബൈ ഗൈസ്.